എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹിന്ദി റീഡിംഗ് 30 ഡേയ്സ് ചലഞ്ചിന്റെ 6th ഡേ ആണെന്ന്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലെറ്റർ ആണ് ഋ. ഏതക്ഷരാണത്? ഋ. മലയാളത്തിൽ ഋ എന്നൊക്കെ പറയും, പക്ഷെ ഹിന്ദിയില് ഋ അല്ലെങ്കിൽ റീ എന്നാണ് ഉച്ചരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു വാക്ക് നോക്കാം, ഋ കൊണ്ടുള്ളൊരു വാക്ക്. First letter R, then ഷ. നെക്സ്റ്റ് ലാസ്റ്റ് ലെറ്റർ ആയതുകൊണ്ട് അതിൽ ചിഹ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് ഹാഫ് ആയിട്ട് ഉച്ചരിക്കണം. ബ, ഋഷഭ്. ഋഷഭ്, ഋഷഭ്. അടുത്ത വാക്ക് നമുക്ക് നോക്കാം. ർ. നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ, ഷായാണ്. ഷായുടെ കൂടെ ലെഫ്റ്റിലേക്കാണ് വള്ളി വരുന്നത്, അപ്പൊ അത് ഈയുടെ ചിഹ്നം. ഋഷി. അടുത്ത വാക്ക് നോക്കാം. ഋ എഴുതി. ഇനി റിന്റെ കൂടെ ഇടുന്ന ലെറ്റർ ഏതാണെന്ന് നിങ്ങൾ പറയൂ. ഇത് ഏതക്ഷര? ണായാണ്. പക്ഷെ സെക്കൻഡ് ലെറ്റർ ആയതുകൊണ്ടും ചിഹ്നമില്ലാത്തത് കൊണ്ടും നമ്മൾ ഹാഫ് ആയിട്ട്, അപ്പൊ എങ്ങനെ ഉച്ചരിക്കും? റൺ. നെക്സ്റ്റ് ഈ വാക്ക് നമുക്ക് എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് നോക്കാം. റ്. നെക്സ്റ്റ് ച. ചായയുടെ കൂടെ ഏത് ചിഹ്നമാണ്? ആയുടെ ചിഹ്നമാണ്, അപ്പോ റച്ച, റച്ച. അടുത്ത വാക്ക് നോക്കാം. റ്. നെക്സ്റ്റ് ലെറ്റർ ത. തായിന്റെ അടിയില് ഫസ്റ്റ് ടൂവിന്റെ ചിഹ്നം അല്ലെ, ഋതു. അപ്പോ ഋതു. ഇനി നമുക്ക് റിന്റെ ചിഹ്നം ഏതാണെന്ന് നോക്കാം. റിന്റെ താഴെ ഭാഗത്ത് തന്നെ കാണുന്ന ഒരു സി പോലത്തെ ഭാഗം കണ്ടോ, അതാണ് റിന്റെ ചിഹ്നം. അപ്പൊ റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ അത് ഓർത്ത് വെക്കുക. പായുടെ അടിയിൽ റിന്റെ ചിഹ്നം വന്നാ എങ്ങനെ വായിക്കും? പ്ര. ഇനി കായുടെ അടിയിൽ റിന്റെ ചിഹ്നം വന്നാലോ എങ്ങനെ വായിക്കും? കൃ. ഓക്കെ. ഇനി നമുക്ക് അതുകൊണ്ടുള്ള കുറച്ച് വാക്കുകൾ നോക്കാം. കായുടെ അടിയിൽ ഇറുവിന്റെ ചിഹ്നം, അപ്പോ കൃ. നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? പ. പായുടെ കൂടെ ആയുടെ ചിഹ്നം. കൃപ, കൃപ, കൃപ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നായുടെ അടിയിലാണ് റിന്റെ ചിഹ്നം വരുന്നത്, അപ്പോ നൃ. സ്റ്റാൻഡിങ് ലൈന്റെ താഴെയാണ്. ഓക്കെ. അടുത്ത ലെറ്റർ പ. പായുടെ കൂടെ ചിഹ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് പ. നൃപ, നൃപ. നെക്സ്റ്റ് മായുടെ അടിയിലാണ് റിന്റെ ചിഹ്നം, അപ്പോ മൃ. മായുടെ സ്റ്റാൻഡിങ് ലൈനിന്റെ താഴെ റിന്റെ ചിഹ്നം, മൃ. നെക്സ്റ്റ് അടുത്ത ലെറ്റർ ഏതാണ്? ഗംഗയുടെ ഗായാണ് അല്ലെ. ഇനി ലെറ്റർ ഹാഫ് ആണ്, മൃഗ. നെക്സ്റ്റ് ദ. ദയ, ദീപക്. അതിന്റെ ദയാണ്. അതിന്റെ അടിയില് ഇറുവിന്റെ ചിഹ്നമുണ്ട്, അപ്പോ ദ്ര. നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ അതേ ലെറ്റർ ഗ, സെക്കൻഡ് ലെറ്റർ ആയതുകൊണ്ട് ഹാഫ്, ദ്രഗ. നെക്സ്റ്റ് നോക്കാം. വായുടെ അടിയിൽ ഇറുവിന്റെ ചിഹ്നം, അപ്പൊ വ്ര. നെക്സ്റ്റ് ലെറ്റർ ക്ഷ, വൃക്ഷ. പക്ഷെ സെക്കൻഡ് ലെറ്റർ ആയതുകൊണ്ട് ഹാഫ് ആണ് അല്ലെ, വൃക്ഷ, വൃക്ഷ, വൃക്ഷ. ഓക്കെ. അടുത്തത് ഗംഗയുടെ ഗായുടെ അടിയിൽ ഇറുവിന്റെ ചിഹ്നം, അപ്പൊ എന്തായി? ഗ്ര. ഇനി ഹായാണ്. ഹാ സെക്കൻഡ് ലെറ്റർ ആയതുകൊണ്ട് ഹാഫ് ആണ്, ഗ്രഹ. നമുക്ക് അടുത്ത വാക്ക് നോക്കാം. ഇതേത് ലെറ്റർ ആണ്? ഹ. ഹായുടെ ഉള്ളിലാണ് റിന്റെ ചിഹ്നം വരേണ്ടത്. ഭൂരിഭാഗം ലെറ്റേഴ്സിലും സ്റ്റാൻഡിങ് ലൈനിന്റെ താഴെയായിട്ടാണ് നമ്മൾ ചിഹ്നങ്ങൾ ഇടാറുള്ളത്. അതായത് ഇവിടെ നോക്കൂ, മായുടെ സ്റ്റാൻഡിങ് ലൈനിന്റെ താഴെയാണ് റിന്റെ ചിഹ്നം. പക്ഷെ ഹായുടെ അങ്ങനെയല്ല, ആ ഉൾഭാഗം കൊണ്ടാണ് നമ്മൾ റിന്റെ ചിഹ്നം ഇടാറുള്ളത് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഹായുടെ കൂടെ റിന്റെ ചിഹ്നം വന്ന ഹ്ര. നെക്സ്റ്റ് ലെറ്റർ ദ. നെക്സ്റ്റ് ലെറ്റർ യ. പക്ഷെ യ ലാസ്റ്റ് ലെറ്റർ ആയതുകൊണ്ട് ഹാഫ്, ഹൃദയ്, ഹൃദയ, ഹൃദയ്. അടുത്ത വാക്ക് നോക്കാം. ഫസ്റ്റ് ലെറ്റർ ഏതാണ്? അ. നെക്സ്റ്റ് ലെറ്റർ മ. മായുടെ കൂടെ റിന്റെ ചിഹ്നം, അമ്ര, അമ്ര. ഇനി നെക്സ്റ്റ് തായാണ്. തായുടെ കൂടെ ചിഹ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ത്. ഇനി തായുടെ കൂടെ ഒരു സ്റ്റാൻഡിങ് ലൈൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് അമൃത എന്ന് ഉച്ചരിക്കാവുന്നതാണ്. അടുത്ത വാക്ക് നോക്കാം. ഇതേത് അക്ഷരമാണ്? ഘ. മേഘത്തിന്റെ ഘ. ഖായുടെ കൂടെ റ് വന്ന ഘ്ര.
നെക്സ്റ്റ് ലെറ്റർ നായാണ്. നായുടെ കൂടെ സ്റ്റാൻഡിംഗ് ലൈൻ കൂടിയാണ്. അപ്പൊ എന്തായി? ഘൃണ, ഘൃണ. ഓക്കെ. നെക്സ്റ്റ് ലെറ്റർ ആണ് ക. കായുടെ കൂടെ റന്റെ ചിഹ്നം കൃ. നെക്സ്റ്റ് പ. യായുടെ കൂടെ ആയുടെ ചിഹ്നം. അപ്പൊ യാ, കൃപയ. നെക്സ്റ്റ് കൃ പാ. പായുടെ കൂടെ ആയുടെ ചിഹ്നമുണ്ട്. പാ. നെക്സ്റ്റ് ലായാണ്. ലായുടെ കൂടെ ഏത് ചിഹ്നം വന്നിരിക്കുന്നത്? ഊന്റെ ചിഹ്നം. ഓക്കെ. അപ്പൊ ഈ റിന്റെ ചിഹ്നവും ഊന്റെ ചിഹ്നവും തമ്മിൽ നിങ്ങൾ മാറിപ്പോരുത് കേട്ടോ. കൃപാലു. നെക്സ്റ്റ് ആ, ദീർഘ ആ. അതിന്റെ കൂടെ കായുടെ കൂടെ റിന്റെ ചിഹ്നം കൃ, ആകൃ. നെക്സ്റ്റ് ലെറ്റർ തായാണ്. തായുടെ കൂടെ ലെഫ്റ്റിലേക്ക് വള്ളി, അതായത് ഫസ്റ്റ് ഈയുടെ ചിഹ്നം തി, ആകൃതി, ആകൃതി, ആകൃതി. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ റ് എന്നുള്ള ഒരു സ്വരാക്ഷരവും അതിന്റെ ചിഹ്നവും അതുകൊണ്ട് വരുന്ന വാക്കുകളുമാണ് പഠിച്ചത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.